ഹലോ, ഞാനിന്ന് ഓപ്പൺ റോ റീവോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഞാനിതൊരു വീഡിയോ ആക്കാനുള്ള മെയിൻ റീസൺ, ഈ വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ അല്ല. കൂടുതൽ വീഡിയോസും ഏകദേശം ഒരു പരസ്യം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഞാൻ കൂടുതലായി പറയുന്നില്ല, അത് ഓൾറെഡി യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. എന്നാലും പറയാണ്, ഇതിൽ 9 കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറും 3.4 കിലോ വാട്ട് അവറിൻ്റെ LFP ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. LFP ബാറ്ററീസ് മെയിനായിട്ട് നമ്മൾ കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി ടെക്നോളജിയാണ്. കമ്പനി ഇതിൽ ടോപ്പ് സ്പീഡായിട്ട് 110 km/h ആണ് പറയണത്. ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർ 160cc എബോവ് ഉള്ള അത്യാവശ്യം സൈസുള്ള ഒരു ബൈക്കായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് നമുക്ക് കാണാൻ. ക്വാളിറ്റി ഇഷ്യൂസൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പല വീഡിയോയിലും ടാങ്ക് സൈഡിലുള്ള സ്റ്റോറേജിൻ്റെ ലിഡ് പ്രോപ്പറായി ക്ലോസ് ആവാത്ത ഇഷ്യൂ പറഞ്ഞിരുന്നു. ബട്ട് ഞാൻ കണ്ട വണ്ടിയിൽ ആ ഇഷ്യൂസൊന്നും കണ്ടിട്ടില്ല. ഇതൊരു വെൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒരു 5 feet 5 inch ഹൈറ്റുള്ള ആളാണ്. എനിക്ക് പ്രോപ്പറായി കാല് തറയിലെത്തുന്നുണ്ട്. 5 feet above ഉള്ള ആൾക്കാർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വണ്ടി അത്ര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇനി വണ്ടി ഓടിക്കുന്നതിലോട്ട് വരികയാണെങ്കിൽ വണ്ടി ഓടിക്കാൻ വളരെ നാച്ചുറലായിട്ടാണ് ഫീൽ ചെയ്തത്. ത്രോട്ടിലൊക്കെ വെൽ കാലിബ്രേറ്റഡ് ആണ്. ഒരു പെട്രോൾ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിയിലോട്ട് വരുമ്പോൾ അധികം ഇഷ്യൂസൊന്നും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ഓടിച്ച് കൊണ്ട് നടക്കാനും വണ്ടികളുടെ ഇടയിലൂടെ ഫ്ലിക്ക് ചെയ്ത് പോകാനും വളരെ ഈസിയായിട്ടാണ് തോന്നിയത്. നല്ല സ്മൂത്തായിട്ടുള്ള സസ്പെൻഷനാണ്, കംഫർട്ടബിളാണ്. ഹൈറ്റിന് സീറ്റിംഗ് പൊസിഷൻ കംഫർട്ടബിളാണ് എൻ്റെ ഹൈറ്റിന്, പക്ഷെ വല്ലാണ്ട് സ്പോർട്ടി പൊസിഷൻ അല്ല. ബട്ട് ഹൈറ്റ് കൂടിയ ആളുകൾക്ക് ചിലപ്പോൾ കാല് വല്ലാണ്ട് പൊന്തിയിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഓടിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യണത് ഇതിൽ മോട്ടോറിൻ്റെ സൗണ്ട് കുറച്ച് അധികമായിട്ട് കേൾക്കും. ചെയിനിൻ്റെ സൗണ്ടല്ല, മോട്ടറിൻ്റെ സൗണ്ടാണ് ഫീൽ ചെയ്യുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അത് അവസാനം വീഡിയോയിൽ കേൾപ്പിച്ച് തരാം. അതാണ് മെയിനായിട്ട്. സൗണ്ട് കുറച്ച് ഓഡിബിളായിട്ടാണ് എന്നെ ഫീൽ ചെയ്തത്, പക്ഷെ അത്ര ഒരു ഇറിറ്റേറ്റിംഗ് അല്ല, നമുക്ക് അഡ്ജസ്റ്റബിളാണ്. മെയിനായിട്ട് ഡ്രൈവിങ്ങിന് 3 ഡ്രൈവിംഗ് മോഡ്സാണ് ഉള്ളത്. ഒന്ന് ഇക്കോ, സിറ്റി ആൻഡ് ഹാവോക്ക് മോഡ്. ഞാൻ ഓടിച്ചത് സ്മാർട്ട് IQ മോഡ് ഇല്ലാത്ത വെഹിക്കിളാണ്. ഇക്കോ മോഡിൽ മാക്സിമം നമുക്കൊരു 50 km/h വരെ സ്പീഡിൽ പോവാം. സ്പീഡിൽ പോകാത്ത ആൾക്കാർക്ക് ഈ മോഡ് നല്ലതാണ്, യൂസബിളാണ്. അത്ര ഒരു സ്ലോ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ലോഡ് ഉള്ളപ്പോൾ സഡനായിട്ടൊന്നും ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. റിലാക്സ് ആയിട്ട് ഓടിക്കാൻ ഈ ഒരു മോഡ് ധാരാളമാണ്. കമ്പനി 150 km പറയണത് റിയൽ വേൾഡ്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ വണ്ടിയിൽ ഇക്കോ മോഡിൽ നമുക്ക് 100 മുതൽ 120 km വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് സ്മാർട്ട് IQ മോഡ് ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ സിറ്റി മോഡിലാണ് ഏറ്റവും യൂസബിൾ മോഡായിട്ട് തോന്നിയത്, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ട് തോന്നിയത്. അതായത് റേഞ്ചിൻ്റെയും അതേപോലെ ഓടിക്കാനും ഒരു ബാലൻസ്ഡ് മോഡ് എന്ന് പറയുന്നത് സിറ്റി മോഡാണ്. ഇതിൽ വണ്ടിയുടെ ആക്സിലറേഷൻ വളരെ ബെറ്ററാണ്. ടോപ്പ് സ്പീഡ് ഏകദേശം നമുക്ക് 60 km/h വരെ കിട്ടും. ഇതിൽ സഡനായിട്ട് വണ്ടി ആക്സിലറേറ്റും ചെയ്യും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് 1% ബാറ്ററി ഡ്രോപ്പാണ് കണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 80 km മുതൽ 100 km വരെ റിയൽ വേൾഡ് ഈ സിറ്റി മോഡിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത മോഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഹാവോക്ക് മോഡാണ്. ഹാവോക്ക് മോഡിലാണ് നമുക്ക് മാക്സിമം ടോപ്പ് സ്പീഡും അതേപോലെ മാക്സിമം ആക്സിലറേഷനൊക്കെ കിട്ടുന്നത്, എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നത് ഹാവോക്ക് മോഡിലാണ്. പക്ഷേ ഈ മോഡിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 60 മുതൽ 80 km റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ഈ പറയണതൊക്കെ നമുക്ക് സ്മാർട്ട് IQ മോഡ് ഇല്ലാത്ത വെഹിക്കിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ മോട്ടറിൻ്റെ ഒരു വൈനിങ് സൗണ്ട് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. അത്ര സൈലൻ്റ് അല്ല വണ്ടി. ഇനി വാറൻറ്റീനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിക്ക് 3 years and 40,000 km ആണ് സ്റ്റാൻഡേർഡ് വാറൻറ്റി, ഇൻക്ലൂഡിങ് മോട്ടറും ബാറ്ററി. ഇത് 3 രീതിയിലാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുക. ഒന്ന് 5 years ബാറ്ററി വാറൻറ്റി. ഇതിൽ ബാറ്ററിക്ക് മാത്രമേ നമുക്ക് 5 year കിട്ടുകയുള്ളൂ. ബാക്കി മോട്ടറിന് 3 yearsഉം കൺട്രോളേഴ്സ് അതേപോലെ ഇലക്ട്രോണിക് കമ്പോണൻസിനൊന്നും വാറൻറ്റി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഇതിന് ഏകദേശം 4,500 രൂപ എക്സ്ട്രാ കൊടുക്കണം.
സ്റ്റാൻഡേർഡ് വാറൻറ്റി 3 ഇയർ ആണ്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ആക്കിയിട്ട് 5 ഇയർ ആക്കണമെങ്കിൽ, അതും ബാറ്ററിക്ക് മാത്രമേ നമുക്ക് ഈ 5 ഇയർ കിട്ടുള്ളൂ. അതിന് 4500 രൂപ എക്സ്ട്രാ കൊടുക്കണം. ഇനി അടുത്ത് വരുന്നത് 8 ഇയേഴ്സ് അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ. അതും ബാറ്ററി വാറൻറ്റിയാണ്. 8 ഇയേഴ്സും ബാറ്ററിക്ക് മാത്രമേ വരുള്ളൂ. മോട്ടറിന് അപ്പോഴും 3 ഇയേഴ്സ് തന്നെ വരുള്ളൂ. ഇതിൽ മറ്റേ ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ കാര്യമൊന്നും പറയണില്ല. ഇതിന് ഏകദേശം നമുക്ക് 7200 രൂപ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് ഇതിൻ്റെ അടുത്ത എക്സ്റ്റെൻഡഡ് വാറൻറ്റിയാണ്. 5 ഇയേഴ്സ് കോംപ്രഹെൻസീവ് വാറൻറ്റി വരുന്നത്. ഇതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതായത് 5 ഇയേഴ്സ് എല്ലാത്തിനും ഇൻക്ലൂഡഡ് ആയിട്ട് വരും. മോട്ടറിനും അത് ബാറ്ററി, BMS, കൺട്രോളർ, ചേസിസ് എല്ലാം കൂടിയിട്ട് വരും. അതിന് നമ്മൾ എക്സ്ട്രാ 6000 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം 5 ഇയേഴ്സിൽ നമുക്ക് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ബാറ്ററി ആണെങ്കിലും BMS ആണെങ്കിലും, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം, കൺട്രോളർ, ഇലക്ട്രോണിക് കമ്പോണൻസും ചേസിസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ വൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് സ്മാർട്ട് IQ മോഡും കളർ ഡിസ്പ്ലേ വേണമെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് 5000 റുപ്പീസ് കൊടുക്കണം. സ്മാർട്ട് IQ മോഡിൽ നമുക്ക് കുറച്ചും കൂടി റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത് ഞാൻ ആ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി കിട്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് റേഞ്ച് ടെസ്റ്റ് നടത്തും. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ബൈക്കിനാകെ ഒരു മോഡൽ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ബേസ് പ്രൈസ് വരുന്നത് 1,25,000 ആണ്. ഇതിൽ നമ്മൾ എക്സ്റ്റെൻഡഡ് വാറൻറ്റിയും സ്മാർട്ട് IQ മോഡും കളർ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,36,000 അല്ലെങ്കിൽ 1,36,000 റുപ്പീസ് വണ്ടിക്ക് തന്നെ വരും. പിന്നെ ടാക്സും ഇൻഷുറൻസും ആക്സസറീസും ഒക്കെ ആകുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നമുക്ക് ഓൺ റോഡ് വരാൻ ചാൻസ്. എന്തായാലും ആ വിലയ്ക്ക് കിട്ടുന്ന സ്കൂട്ടേഴ്സിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് റിവേഴ്സ് മോഡും കൂടി വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതെന്തായാലും ഒരു വെൽ ബാലൻസ്ഡ് അല്ലെങ്കിൽ വെൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. ഈ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മറ്റേ സ്മാർട്ട് IQ മോഡ് എന്താണെന്നുള്ളത്. സ്മാർട്ട് IQ മോഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് ഈ ബാറ്ററി എഫിഷ്യൻസിയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ റേഞ്ച് കൂട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം കൂട്ടുമെന്നുള്ളതൊക്കെ വണ്ടി കിട്ടിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾക്ക് ബാക്കി വീഡിയോയിൽ കേൾക്കാം. ഓക്കെ.